ഭാരതപ്പുഴയിൽ കന്നുകാലികൾ ചത്തുപൊങ്ങി. പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള ഭാഗത്തായി 6 കന്നുകാലികളാണ് ചത്തുപൊങ്ങിയത്. പുഴുവരിച്ച നിലയിലാണ് കാലികളുടെ ജഡങ്ങൾ. ലക്ഷക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ഭാരതപ്പുഴയിലെ കുടിവെള്ള സംഭരണികൾക്ക് സമീപമാണ് കന്നുകാലികളെ ചത്ത് അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള ഭാഗത്താണ് കന്നുകാലികളുടെ ജഡം ഒഴുകിയെത്തിയത്. വിവിധ ഭാഗങ്ങളിലായി 6ഓളം ജഡങ്ങളാണ് അഴുകിയ നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. അത്താണി പുഴയുടെ ഭാഗമാണ്. ഈ പരിസരത്ത് 2-3 ദിവസമായപ്പോൾ ഭയങ്കര സ്മെല്ല്, അടുക്കാൻ പറ്റുന്നില്ല, പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് ഈ കാണുന്ന സാധനം. അതൊരു പോത്തിൻ്റെ ശവമാണ്, ബോഡിയാണ്. ഇത് കുടിവെള്ള പദ്ധതിയാണ്. നമ്മൾ ഈ പരിസരമുള്ള ജനങ്ങളും പാവർട്ടി ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായിട്ട് ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം അടിക്കണം ദിനം പ്രതി അല്ലേ, ലക്ഷക്കണക്കിന് ലിറ്ററാണ് മിനിറ്റ് വെച്ചിട്ട് കയറിപ്പോകുന്ന കിണറാണത്. അതിൻ്റെ പരിസരത്താണ് ഇപ്പോൾ നടന്ന സംഭവങ്ങളുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇത് പട്ടാമ്പി പരിസര ഭാഗത്താണ് ഇപ്പോൾ 6 പോത്ത വന്നിരിക്കുന്നത്. അഴുകിയ ജഡങ്ങൾ പലതും വെള്ളിയാങ്കല്ല് കുടിവെള്ള പമ്പിംഗ് കിണറുകൾക്ക് സമീപത്താണ് ഉള്ളത് എന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രദേശത്താകെ കഴിഞ്ഞ 2 ദിവസമായി ദുർഗന്ധം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ജഡം കണ്ടെത്തിയത്. 100 കണക്കിന് കന്നുകാലികളെയാണ് പട്ടാമ്പി പാലം മുതൽ വെള്ളിയാങ്കല്ല് വരെയുള്ള പുഴയുടെ തുരുത്തുകളിൽ മേയാൻ വിടുന്നത്. ഇവയിൽ പലതും ചത്ത് വീഴുന്നതും ജീർണിക്കുന്നതുമെല്ലാം ജലസംഭരണിയിലാണ്. കൈരളി ന്യൂസ്, പാലക്കാട്.